ഭക്തിയും രുചിവൈവിധ്യവും ഒന്നിക്കുന്ന കടുമാങ്ങക്കൂട്ട് ദുഃഖവെള്ളി ദിനത്തിലേക്കായി ഒരുങ്ങുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദുഃഖവെള്ളിയാഴ്ചയിലെ യാമപ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് കടുമാങ്ങ നൽകും. വിശ്വാസികൾ വഴിപാടായി നൽകിയതുൾപ്പെടെ 4000 കിലോഗ്രാം പുളിമാങ്ങയാണ് ഈ വർഷം കടുമാങ്ങയ്ക്കായി ഉപയോഗിക്കുന്നത്. ആർത്താറ്റ് പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച വിശ്വാസികൾക്ക് നൽകുന്ന പ്രത്യേക നേർച്ച വിഭവമാണ് കടുമാങ്ങ. മാങ്ങ 3ആയി മുറിച്ച് പുഴുങ്ങി വലിയ വട്ടച്ചെമ്പുകളിൽ ചേരുവകൾ ചേർത്ത് ഇളക്കി വയ്ക്കുന്നതിന് വിശ്വാസികളുടെയും പ്രാർത്ഥനകൾക്കെത്തുന്നവരുടെയും വലിയ പങ്കാളിത്തമാണുള്ളത്. പരമ്പരാഗതമായി കൈമാറി കിട്ടിയ രുചിക്കൂട്ടിലാണ് കടുമാങ്ങ തയ്യാറാക്കുന്നത്. കഴിഞ്ഞ ദിവസം എത്തിച്ച മാങ്ങകൾ ബുധനാഴ്ച പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ യുവജന പ്രസ്ഥാനത്തിലെയും മർത്തമറിയം സമാജത്തിലെയും MOMS സംഘടനയിലെയും പ്രതിനിധികൾ ചേർന്ന് അരിഞ്ഞ് വറ്റൽമുളക് ചേർത്ത് എണ്ണ പുരട്ടി വറുത്തുപൊടിച്ചത്, മല്ലി വറുത്തുപൊടിച്ചത്, ഉലുവ വറുത്തുപൊടിച്ചത്, കടുക്, വേപ്പില, വിനാഗിരി, ഉപ്പ് എന്നിവയാണ് കൂട്ടിനായി ഉപയോഗിക്കുന്നത്. പെസഹ വ്യാഴാഴ്ച രാത്രിയിലാണ് കൂട്ടെല്ലാം ചേർത്ത് പ്രത്യേക പാത്തിയിലിട്ട് ഇളക്കി വെക്കുക. വെള്ളിയാഴ്ച വീണ്ടും ഇളക്കി രുചിക്കൂട്ടുകളെല്ലാം പാകത്തിലാക്കിയാണ് വിതരണം. ദേവാലയത്തിൽ വെള്ളിയാഴ്ച രാവിലെ 8:30 യാമ പ്രാർത്ഥനകൾ തുടങ്ങും. ഉപവാസത്തോടെ 100 കണക്കിന് വിശ്വാസികളാണ് ദേവാലയത്തിലെത്തുക. ഉച്ചതിരിഞ്ഞ് ഖബറടക്ക ശുശ്രൂഷയോടെ ചടങ്ങുകൾ അവസാനിക്കും. ഇതിനുശേഷം നൽകുന്ന കഞ്ഞിക്കൊപ്പമാണ് കടുമാങ്ങയുടെ വിതരണം. ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്കെത്താൻ കഴിയാത്തവർക്ക് കൊടുത്തയക്കാൻ പാക്കറ്റുകളിലും കടുമാങ്ങ തയ്യാറാക്കും. വിദേശങ്ങളിലുള്ളവർക്കും ദൂരസ്ഥലങ്ങളിൽ താമസിക്കുന്ന ബന്ധുക്കൾക്കും ഇത് കൊടുത്തയക്കുന്നവരുമുണ്ട്. 4000 കിലോ കടുമാങ്ങയാണ് ഈ വർഷം കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മാങ്ങ 3 കഷ്ണങ്ങളായിട്ട് മുറിച്ച് പ്രത്യേകമായ ചേരുവകൾ ചേർത്ത് ഈ ഇടവകയിലെ എല്ലാ ഇടവക്കാരും, അതുപോലെ തന്നെ ഇടവകയിലെ വിവിധ ആത്മീയ പ്രസ്ഥാനങ്ങൾ, സൺഡേ സ്കൂള്, യുവജന പ്രസ്ഥാനം, അതുപോലെ തന്നെ മർത്തമറിയം വനിതാ സമാജം, മോംസ് തുടങ്ങിയ ആത്മീയ പ്രസ്ഥാന അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് ആണ് ഇത് തയ്യാറാക്കുന്നത്. ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷകളെല്ലാം സംബന്ധിക്കുവാനായിട്ട് എല്ലാവരെയും ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. 50 നോമ്പാചരണത്തിൽ ദേവാലയത്തിൽ പ്രാർത്ഥനകൾക്കെത്തുന്നവർക്ക് ഉച്ചയ്ക്ക് കഞ്ഞിയും 9-ാം മണി നമസ്കാരത്തിന് ശേഷം ഊട്ടും ഉണ്ടാകാറുണ്ട്. ഒരുക്കങ്ങൾക്ക് വികാരി ഫാദർ VM സമുവൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി PV ഷാജു, സെക്രട്ടറി CK ബിനു തുടങ്ങിയവർ അടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി.